വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ നിങ്ങൾ എല്ലാവരും നമ്മുടെ ബേസിക് സയൻസിന്റെ ഓരോ ചാപ്റ്റേഴ്സും ഇങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, അതായത് പൂക്കാം കായ്ക്കാം എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. അപ്പോൾ ആ ഒരു യൂണിറ്റിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓരോ ചോദ്യത്തിനും ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കോക്കനട്ട് ഈസ് നോട്ട് ട്രൂ? അതായത് നമ്മുടെ കോക്കനറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയല്ലാത്തത് ഏത്? അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് വായിച്ചു നോക്കണേ. ഇവിടെ ഈസ് നോട്ട് ട്രൂ, അത് നിങ്ങൾ ഓർത്തിരിക്കുക, ശരിയല്ലാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇറ്റ് ഈസ് എ മോണോഷ്യസ് പ്ലാന്റ്, അതായത് ഒരു ദ്വിലിംഗ സസ്യമാണ്. കോക്കനട്ട് ഹാസ് സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ. തെങ്ങിൻ ആൺപൂക്കളും ഉണ്ട്, പെൺപൂക്കളും പ്രത്യേകമായിട്ടാണ് കാണപ്പെടുന്നത്. കോക്കനട്ട് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫീമെയിൽ ഫ്ലവേഴ്സ്. പെൺപൂക്കളിൽ നിന്നാണ് തേങ്ങ ഉണ്ടാകുന്നത്. ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ പ്രസന്റ് ഇൻ ദി സെയിം ഫ്ലവർ. കേസരപ്പുടം, ജനിപ്പുടം എന്നിവ ഒരേ പൂവിൽ കാണപ്പെടുന്നു. ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ട്രൂ അല്ലാത്തത്. അപ്പൊ മക്കൾ അത് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഡ്രോ ആൻഡ് മാച്ച് ദ കറക്റ്റ് വൺ. ശരിയായവ തമ്മിൽ വരച്ച് യോജിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ചെറിയ ഫിഗർ തന്നിട്ടുണ്ട്. ഇതിനകത്ത് മാച്ച് ദി ഫോളോയിങ് ആണ് അല്ലെ ശരിയായിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യുക. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഉണ്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഉണ്ട്, സിമ്പിൾ ഫ്രൂട്ട് ഉണ്ട്. സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഫോംഡ് ഫ്രം എ സിംഗിൾ ഫ്ലവർ. പിന്നെ മോർ ദാൻ വൺ ഫ്രൂട്ട് ഫോംഡ് ഫ്രം എ സിംഗിൾ ഫ്ലവർ. മോർ ദാൻ വൺ ഫ്രൂട്ട് formed from a inflorescence. These fruit combine to be a single fruit. അതായത് നിങ്ങൾക്ക് ഇവിടെ അതുപോലെ തന്നെ ഈ ഭാഗത്തും കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അപ്പൊ എങ്ങനെ മാച്ച് ചെയ്യാം? നമുക്ക് ഏറ്റവും ആദ്യം ഒന്ന് നോക്കാം അല്ലെ. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നു. അത് ഏതിനോടാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്? യെസ്, അതാണ് നമ്മുടെ ലഘുഫലം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത്, ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാവുന്നു. അത് ഏതാണ്? യെസ്, അതാണ് നമ്മുടെ പുഞ്ചഫലം എന്ന് പറയുന്നത്. ഇനി ഒരു പൂങ്കുലയിൽ നിന്ന് ധാരാളം ഫലങ്ങൾ ഉണ്ടാവുന്നു. അവയെല്ലാം ചേർന്ന് ഒരു ഫലം പോലെയാകുന്നു. അതാണ് നമ്മുടെ സംയുക്ത ഫലം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ മാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ടിനോട് യോജിക്കുന്നത്, ഏതാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ടിനോട് യോജിക്കുന്നത്, ഏതാണ് സിമ്പിൾ ഫ്രൂട്ട് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. താഴെ തന്നിരിക്കുന്ന ഫലങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. മാങ്ങ, കൈതച്ചക്ക, പപ്പായ, സീതപ്പഴം, കശുമാങ്ങ, സ്ട്രോബെറി, പേരയ്ക്ക, ചാമ്പങ്ങ, അതുപോലെ തന്നെ ആപ്പിളുണ്ട്, ശീമച്ചക്കയുണ്ട്, ചക്കയുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തണം. എങ്ങനെ നമുക്ക് പട്ടികപ്പെടുത്താം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ കുറേ ഫ്രൂട്ട് തന്നിട്ടുണ്ടല്ലേ, കുറേ ഫലങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് പട്ടികപ്പെടുത്തണം. നമ്മൾ പല രീതിയിൽ പട്ടികപ്പെടുത്തുന്ന കാര്യം നമുക്ക് അറിയാമെന്ന് മിസ് വിശ്വസിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ വാച്ച് ദി ഫോളോയിങ് ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് പട്ടികപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വായിച്ചു നോക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫ്രൂട്ടും ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് എഴുതുക കേട്ടോ. അപ്പൊ കുറച്ച് ചോദ്യങ്ങളെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുള്ളൂ. പക്ഷെ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതെല്ലാം നിങ്ങൾ പഠിക്കാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ 6ാം ക്ലാസ്സിൽ പിള്ളേർക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി നമ്മുടെ സൈലത്തിന്റെ ഒരു ഓൺലൈൻ ബാച്ച് ആയിരുന്നു നമ്മുടെ സ്വന്തം വജ്ര ബാച്ച്. അപ്പൊ ഈ ഒരു വജ്ര ബാച്ചിലെ 50% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം സൈലം നിങ്ങൾക്ക് തന്നായിരുന്നു. അപ്പൊ ഈ ഒരു ഓഫർ തീരാനായിട്ട് പോവുകയാണ്. 22 വരെ നമ്മുടെ ഈ ഒരു ഓഫർ ഉള്ളൂ. ഓക്കെ, 22 ഒക്ടോബർ 2025 ആ ഒരു ഡേ വരെ നമ്മുടെ ഓഫർ നിലവിലുള്ളൂ. സോ നിങ്ങൾ എല്ലാവരും മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. സൈലത്തിൻ്റെ കൂടി ഇരുന്ന് പഠിക്കുക. എല്ലാവർക്കും ഫുൾ മാർക്കായിരിക്കും. ഓണപരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ക്രിസ്മസും ആനുവൽ എക്സാമും ഉണ്ട്. എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ എല്ലാവരെയും മിസ് ചെയ്താൽ നമ്മുടെ സൈലത്തിന്റെ ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം ഇതുപോലെ കുട്ടി കുട്ടി ചോദ്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.